നമ്മൾ വന്നു, നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങളും ചെയ്ത കാരണങ്ങളെല്ലാം നമ്മൾ ഇവിടെ റെഡിയാക്കിയിരുന്നു. പക്ഷെ എന്നാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പോലീസിൽ നിന്നുള്ള നിർദ്ദേശം ഉണ്ടായി, ലൈക്ക് യാതൊരു രീതിയിലുള്ള പ്രൊട്ടസ്റ്റും പാടില്ല, അകത്താണെങ്കിലും പുറത്താണെങ്കിലും പ്രൊട്ടസ്റ്റ് പാടില്ല. കുറച്ച് ആൾക്കാരുടെ ഡീറ്റെയിൽസ് അവർ എഴുതിയെടുത്തപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഉത്തരവാദിത്തപ്പെട്ടവരുടെ സ്ഥാനത്തിരിക്കുന്നവർ അതിന് ഉത്തരം പറയേണ്ടി വരും എന്നുള്ള രീതിയിൽ നമ്മളോട് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പം പോലീസിന്റെ നിർദ്ദേശപ്രകാരം നമുക്ക് ഇന്നിവിടെ പ്രൊട്ടസ്റ്റ് നടത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. മറ്റേ ഒരു പ്രൊട്ടസ്റ്റ് കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറെ പ്രൊട്ടസ്റ്റ് രീതികൾ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് മാച്ചിൽ പ്രൊട്ടസ്റ്റ് ഭാഗമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സംഘടിപ്പിച്ചായിരുന്നു. നമ്മൾ ഓൾറെഡി നമ്മുടെ സോഷ്യൽ മീഡിയ കൂടെ അനൗൺസ് ചെയ്തു, ലൈക്ക് ഇന്നപോലെ ഇന്നത്തെ മാച്ചിന് നമ്മളൊരു റാലി ചെയ്യുന്നത് അതൊരു പ്രൊട്ടസ്റ്റ് എന്നുള്ള രീതിയിൽ മാത്രം ജസ്റ്റ് നമ്മുടെ കാര്യങ്ങൾ നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടസ്റ്റ് എന്നുള്ള രീതിയിൽ റാലി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ആ റാലിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇന്ന് രാവിലെ ഞങ്ങൾക്ക് പോലീസിൽ നിന്ന് ഇൻഫർമേഷൻ വന്നു, ലൈക്ക് അകത്ത് പറ്റില്ല, പുറത്ത് ചെയ്യാം, അകത്ത് ചെയ്യാൻ പറ്റില്ല, പുറത്ത് ചെയ്യാൻ പ്രശ്നമില്ല ഇൻഫർമേഷൻ വന്നു. അപ്പോൾ ഓക്കെ ഞങ്ങളത് ചെയ്യാം, ഓക്കെ പുറത്ത് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, പോലീസുകാർ പറഞ്ഞു യാതൊരു കാരണവശാലും ഇത് ചെയ്യാൻ സാധിക്കില്ല, സെക്യൂരിറ്റി റീസൺസ് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അവർ പറയുന്നത് ഇവിടെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും യാതൊരു കാരണവശാലും സെക്യൂരിറ്റി റീസൺസിന്റെ പേരിൽ ഇത് ചെയ്യാൻ പറ്റില്ല. അതിന്റെ പേരിൽ ഞങ്ങളുടെ ഒരു 4-5 പേരുടെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിലും ഈ ഒരു 4-5 പേരുടെ ഉത്തരവാദിത്തം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ യാതൊരു രീതിയിലും നമുക്കിപ്പോൾ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് വന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് എന്താണ്, നമുക്ക് അക്രമാസക്തമായ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഞങ്ങൾ ഒരു റാലി മാത്രമായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം അതുപോലെ നിലവിൽ ഞങ്ങൾക്കിപ്പം പോലീസിൽ നിന്നുള്ള നിർദ്ദേശം കാരണം ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇരിക്കുന്നത്. ഇതുവരെ 5:30ക്കാണ് പരിപാടി പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ പോലീസിൽ നിന്ന് നിർദ്ദേശപ്രകാരം ഇതുവരെ അത് ചെയ്യാൻ സാധിക്കുന്നതല്ല ഒരു രീതിയിലാണ്. ചെയ്യാൻ സാധിക്കില്ല, ചെയ്യാൻ സമ്മതിക്കില്ല, അതിന് പെർമിഷൻ തരാൻ സാധിക്കില്ല എന്ന രീതിയിലാണ് നമുക്ക് ലാസ്റ്റായിട്ട് പോലീസിന് ഇൻഫർമേഷൻ വന്നത്. കഴിഞ്ഞ തവണ നമ്മൾ പ്രതിഷേധിച്ചാണ്. ഈ കഴിഞ്ഞ തവണ പ്രതിഷേധിച്ചിട്ടും മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് കൃത്യമായ ഉത്തരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രതിഷേധം മുന്നോട്ട് നീട്ടാൻ തീരുമാനിച്ചത്. ഈ മാച്ചിന് വേണ്ടി പ്രതിഷേധിക്കുന്ന കാര്യം അതല്ല, അന്ന് ഈ നിങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ ഇത്ര രീതിയിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു പോലീസിന്? ഇല്ല, അന്ന് ഇത്ര രീതിയിലുള്ള കാര്യങ്ങളൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. നമുക്ക് അന്ന് ഒരു വിഷയമില്ല, നമ്മൾ അകത്തും ചെയ്തു, പുറത്തും ചെയ്തു, അകത്തും ചെയ്തു. നമ്മൾ ആദ്യം പോലെ നമ്മുടെ ഈ പ്രൊട്ടസ്റ്റിന് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് പ്ലേയേഴ്സിനെതിരെ മാനേജ്മെന്റ് കാണിക്കുന്ന തെറ്റായ രീതികൾ, തെറ്റായ നിലപാടുകൾ അതിനെതിരെ മാത്രമാണ്. നമ്മൾ ഒരിക്കലും മാച്ച് കാണാതിരിക്കുക, മാച്ച് കേരളം തന്നെയാണ് നമ്മൾ പ്രൊട്ടസ്റ്റ് നമ്മൾ ചെയ്തിരുന്നത് അകത്തും പുറത്തും നോക്കിയാണ്. മാച്ച് ബോയ്ക്കോട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മൾ മാച്ച് കാണുന്നു പ്ലേയേഴ്സിന്, ഓഫ് കോഴ്സ് നമ്മൾ ഇതിനകത്ത് പ്ലേയേഴ്സിനെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. മുമ്പ് ഇങ്ങനെ ഉണ്ടാവാറുള്ള ആ ഒരു സാധനം മാനേജ്മെന്റ് മനസ്സിലാക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത് മാനേജ്മെന്റിന്റെ തന്നെ തെറ്റായ നിലപാടുകളും അല്ലെങ്കിൽ തെറ്റായ തീരുമാനങ്ങളുടെ റിസൾട്ടാണ് ഈ കാണുന്നത്. കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്രൗഡ് അല്ല ഇവിടെ വരേണ്ടതെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഒരിക്കലും ഞങ്ങൾ ആള് കളി കാണാൻ വരാതിരിക്കണം എന്നൊരു നിർദ്ദേശമല്ല ഞങ്ങൾ കൊടുക്കുന്നത്. കളി കാണാൻ വരണം, നമ്മുടെ കാര്യങ്ങൾ ഇവിടെ അറിയിക്കണം, നമ്മൾ പ്രൊട്ടസ്റ്റ് ഇവിടെ ചെയ്യണം എന്നൊരു കാര്യം മാത്രമാണ് പറയുന്നത്. പോലീസ് ആരെ സമ്മർദ്ദം എന്ന രീതിയിൽ നമ്മൾ പോലീസുകാർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അവരോട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ചോദിച്ചാൽ അത് മാനേജ്മെന്റ് സമ്മർദ്ദം മേ ബി, അത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് കാര്യം അറിയില്ല. പോലീസുകാർ നമ്മളോട് പറഞ്ഞിട്ടില്ല, നമ്മളോട് സെക്യൂരിറ്റി റീസൺസ് ഉള്ള കാര്യം പറയുന്നുണ്ട്. അത് നമ്മൾ അക്രമാസക്തമായിട്ടൊന്നും ചെയ്യാൻ ഉള്ളൊരു പോലൊന്നും അല്ല. നമ്മൾ റാലി എന്നുള്ള രീതി മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുള്ളൂ. നമ്മൾ പോലീസുകാരെ നമ്മളോട് ഓൾറെഡി നമ്മൾ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ നമ്മളോട് പറഞ്ഞില്ല അകത്ത് പറ്റില്ല, പുറത്തുള്ള ഞങ്ങൾ ഇൻഫർമേഷൻ ആയിട്ട് പാസ് ചെയ്തു. ഇത് നമ്മൾ പറഞ്ഞത് ഇതുപോലെ പ്രതിഷേധ റാലി നമ്മൾ ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചു അല്ലെങ്കിൽ